വീണ നായരുടെയും RJ അമാന്റെയും ഏകപുത്രനാണ് അമ്പാടി എന്ന് സ്നേഹത്തോടെ ഇവർ വിളിക്കുന്നവരുടെ മകൻ. ഇപ്പോൾ അമ്പാടിയുടെ ഒരു കഴിവ് തെളിയിച്ചിരിക്കുന്ന വീഡിയോ ആണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത്. ഇടയ്ക്ക് അച്ഛനോടൊപ്പം ഇടയ്ക്ക് അമ്മ വീണ നായരിനോടൊപ്പം മാറി മാറി നിൽക്കുന്ന അമ്പാടി ഇപ്പോഴും അച്ഛൻ്റെയും അമ്മയുടെയും സ്നേഹം ഒരുപോലെ സന്തോഷത്തോടെ ഏറ്റുവാങ്ങുകയാണ്. അമ്മയുടെ അതേ കഴിവാണ് മകന് ലഭിച്ചതെന്ന് പലപ്പോഴും പല വീഡിയോകളിലും പലരും പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇപ്പോഴിതാ അച്ഛൻ RJ അമാൻ്റെ കഴിവ് കൂടി മകന് ലഭിച്ചിരിക്കുകയാണെന്ന് തെളിയിക്കുന്ന ഒരു വീഡിയോ ആണ് പുറത്തു വന്നിരിക്കുന്നത്. RDX എന്ന സിനിമയിലെ കുറച്ച് റാപ്പായിട്ടുള്ളൊരു ഗാനം വളരെ വേഗത്തിലും വളരെ എളുപ്പത്തിലും പറഞ്ഞെത്തിയിരിക്കുകയാണ് ഇപ്പോൾ അമ്പാടി പാടുന്നത് കണ്ട് നടി ആര്യ ഉൾപ്പെടെ എല്ലാവരും കമൻറ്റ് ചെയ്തിരിക്കുകയാണ്. അച്ഛൻ്റെ അതേ മകൻ തന്നെ, അച്ഛൻ്റെ കഴിവുകൾ അതുപോലെ ലഭിച്ചു, ഇതിനപ്പുറം ഇനി എന്താണ് വേണ്ടതെന്നാണ് ആര്യ ചോദിച്ചിരിക്കുന്നത്. വീണയുടെ സുഹൃത്തുക്കളും എല്ലാവരും ഇത് കമൻറ്റ് ചെയ്തിട്ടുണ്ട്. അച്ഛൻ്റെ കഴിവ് അവന് ലഭിച്ചല്ലോ, അച്ഛൻ്റെ ഈ ഒരു കഴിവ് അവന് ലഭിച്ചത് തന്നെ ഭാഗ്യമായി കാണുന്നതായി എല്ലാവരും പറയുന്നുണ്ട്. സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും ഇത് അംഗീകരിക്കുന്നുമുണ്ട്. വെറുതെ സീൻ മോനെ എന്ന ഗാനമാണ് ഇപ്പോൾ RDX എന്ന സിനിമയിൽ നിന്ന് അമ്പാടി പാടിയിരിക്കുന്നത്. വെറുതെ പാടാൻ പോലും ഈ സിനിമയിലെ ഈ പാട്ട് വളരെ പ്രയാസകരമാണ്. എന്നാൽ വളരെ പ്രയാസപ്പെട്ട ഒരു റാപ്പ് പോലെ രീതിയിലാക്കിയാണ് ഇത് പാടിയത്. എന്നാൽ ഇപ്പോൾ വളരെ അനായാസേന അമ്പാടി അത് പാടുന്നത് കാണുമ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷം തോന്നുന്നുവെന്ന് പറയുന്നു. വീണയോടൊപ്പം അതുപോലെ അമാനോടൊപ്പം മാറി മാറി നിൽക്കുകയാണ് അമ്പാടി. ഇപ്പോൾ അമ്മയും അച്ഛനെയും ഒരുപോലെ ലഭിക്കാൻ വേണ്ടിയാണ് ഇവർ ഇത് ചെയ്തത്. പരസ്പരം ഡിവോഴ്സായി എന്ന് ഇവർ മുൻപ് നേരത്തെ പറഞ്ഞിട്ടില്ലായിരുന്നുവെങ്കിലും പ്രേക്ഷകർക്ക് സംശയമുണ്ടായിരുന്നു. ബിഗ് ബോസിൽ എത്തിയപ്പോൾ തന്നെ കണ്ണേട്ടനെക്കുറിച്ചും കണ്ണേട്ടനുമായിട്ടുള്ള ജീവിതം തുടങ്ങിയതിനെക്കുറിച്ചുമൊക്കെ വീണ വാചാലയായതിലൂടെയാണ് എല്ലാവരും RJ അമാനെക്കുറിച്ചും അറിയാൻ തുടങ്ങിയത്. അതിനുശേഷം പ്രേക്ഷകർ എല്ലാവരും പങ്കുവയ്ക്കുന്ന വാർത്തകളിലും വീണയോട് അമാനെക്കുറിച്ച് ചോദിക്കാൻ തുടങ്ങി. അതിനുശേഷമാണ് ശരിക്കും പറഞ്ഞാൽ അമാൻ്റെ വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ വൈറലായി തുടങ്ങിയത്. ഇപ്പോഴിതാ ഇവർ തമ്മിൽ വേർപിരിയുകയും RJ അമാൻ പുതിയൊരു ജീവിതത്തിലേക്ക് എത്തുകയും ചെയ്തു. അതിൽ സന്തോഷം മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് വീണ നായർ കമന്റുമായി എത്തിയിട്ടുണ്ടായിരുന്നു. എന്നാൽ അതിനുശേഷവും RJ അമാനെ കുറിച്ച് ഓർമ്മിക്കുന്ന ചില പോസ്റ്റുകൾ പങ്കുവച്ചതിലൂടെ തന്നെ വീണയ്ക്ക് ഇപ്പോഴും RJ അമാനോട് ഇഷ്ടമുണ്ടെന്ന് മനസ്സിലായി. ഇവർ തമ്മിൽ വേർപിരിയണം എന്നുള്ള തീരുമാനം രണ്ടുപേരുടേതുമായിരുന്നു. എന്നിരുന്നാലും പെട്ടെന്ന് മറ്റൊരാൾ അടുത്ത റിലേഷൻഷിപ്പിലേക്ക് എത്തിയപ്പോൾ അത് താങ്ങാനാവാത്ത രീതിയിലായിരുന്നു ശരിക്കും പറഞ്ഞാൽ വീണ നായർ മനസ്സിൽ പറഞ്ഞത്. അമ്പാടിക്ക് അച്ഛനും അമ്മയും വേണമെന്ന രീതിയിൽ തന്നെയാണ് ഇവർ രണ്ടുപേരും. അതായത് അവർക്ക് ഒത്തുചേരാൻ പറ്റില്ലെങ്കിലും അവർക്ക് ഒത്തൊരുമിച്ച് പോകാൻ സാധിക്കില്ലെങ്കിലും അമ്മയെ വേണ്ടപ്പോൾ അമ്മയും അച്ഛനെ വേണ്ടപ്പോൾ അച്ഛനെയും ലഭിക്കാനായി അമ്പാടിയെ മാറി മാറി നിർത്താറുണ്ട് ഇവർ രണ്ടുപേരും. തിരക്കിലാകുമ്പോൾ മാറി മാറി നോക്കാറുമുണ്ട്. മകൻ്റെ ആവശ്യങ്ങൾ, അതായത് സ്കൂളിലേക്ക് എത്തുന്ന കാര്യങ്ങൾ ഉൾപ്പെടെയുള്ളത് വീണ നായരും RJ അമാനും ഒരുമിച്ച് തന്നെയാണ് എത്താറുള്ളത്. അതെല്ലാം തന്നെ ഇവർ ഒരുമിച്ച് നീക്കുന്നു എന്നതാണ് ഏറ്റവും നല്ല പാരൻസിന്റെ ഒരു വലിയ കടമ എന്ന് പ്രേക്ഷകർ പറയുന്നു. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.